ഒരു 23 സെന്റ് സ്ഥലത്തില് ഒരു ഏകദേശം ഒരു 1400 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു കിടക്കാഴ്ച വീട് നമുക്കിന്ന് കണ്ടാലോ. ആ വീടാണ് ഇന്ന് ആ വീടിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഇവിടെ 23 സെന്റ് സ്ഥലം, 3 ബെഡ്റൂം ഉണ്ട്, 2 അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയാണ്. അപ്പോൾ കിണർ വെള്ളം കൊണ്ട് പറ്റാത്തത് നല്ലൊരു ശാന്തമായ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അത്യാവശ്യം വല്ല പച്ചക്കറികളൊക്കെ കൃഷി ചെയ്ത് വീട്ടിൽപ്പെട്ട പച്ചക്കറികളൊക്കെ കൃഷി ചെയ്ത് ഒരു തെങ്ങ്, ഒരു പ്ലാവ്, ഒരു മാവ്, ഒരു റംബൂട്ടാൻ ഇതൊക്കെ പുറത്തുനിന്ന് മേടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു ലൊക്കേഷൻ, നല്ലൊരു സ്ഥലങ്ങളൊക്കെ കൂടിയായിട്ട് നമുക്ക് പാലായിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ദൂരം മാറി പൈക ടൗണിൽ നിന്നും പാലായിൽ നിന്ന് പല വഴികളുണ്ട്. അങ്ങനെയാണ് 5 കിലോമീറ്റർ നമ്മൾ പറഞ്ഞത്. പൈക ടൗണിൽ നിന്ന് കൊഴുവനാൽ പോകുന്ന റോഡുണ്ട്. ആ റോഡ് ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തോളം വന്നു കഴിയുമ്പോൾ നല്ല വീതിയുള്ള റോഡ് സൈഡിൽ നിന്ന് നമ്മൾ നേരെ ഒരു പഞ്ചായത്ത് റോഡരികിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു വീട്, നല്ല ദൃശ്യങ്ങൾ. അപ്പോൾ ഈ വീടിന്റെ അകത്തെ ദൃശ്യം, പുറത്തേമായ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ മീനച്ചിൽ ഹോംസിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. 23 സെന്റ് സ്ഥലത്തില് 3 ബെഡ്റൂമാ 3 ടോയ്ലറ്റുമുള്ള നല്ലൊരു വെടിക്കെട്ട് വീട് വിൽപ്പനയ്ക്ക്. ഇത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ ഏകദേശം ഒന്ന് പറയാം. കാരണം ഇത് പാലാ പൊൻകുന്നം റോഡിൽ പൈക ടൗണിൽ നിന്നും കൊഴുവനാൽ പോകുന്ന വഴിക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരത്തോളം പോയി കഴിയുമ്പോൾ അവിടെ പഞ്ചായത്ത് റോഡരികിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്ന, എന്നാൽ നല്ല വീതിയുള്ള റോഡ് സൈഡ്, അതുപോലെയുള്ള നല്ല വീതിയുള്ള റോഡ് സൈഡിൽ നിന്നും ഒരു 100 മീറ്റർ ദൂരത്തോളം മാത്രം പഞ്ചായത്ത് റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണിത്. 23 സെന്റ് സ്ഥലമുണ്ട്. നമ്മൾ വീഡിയോ എടുത്തത് രാത്രി ഒരു 6:45-7 മണിയായി. അതുകൊണ്ട് മുറ്റത്തിൻ്റെയും പ്രകൃതി ഭംഗികളൊക്കെ നമുക്ക് അത്രയ്ക്കങ്ങ് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, അത് നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. കിണർ വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട്. നല്ലപോലെ ചുറ്റുമതിലൊക്കെ കെട്ടിയെടുത്തിരിക്കുന്ന, നല്ല പുതിയതായിട്ട് മെയിൻ്റെനൻസ് ചെയ്തെടുത്തിരിക്കുന്ന നല്ല ഒരു 2 വർഷം പഴക്കമുള്ള വീടാണ്. പുതിയതായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് മിറ്റമൊക്കെ ഈയിടെയാണ് കെട്ടിയത്. അങ്ങനെയുള്ള നല്ലൊരു വീടാണ്. ഇതാണ് ബാക്ക് സൈഡിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല പ്രകൃതി, നല്ലൊരു എന്താ പറയുന്ന അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാൻ സ്ഥലമുണ്ട് ഇതിന്. ഇങ്ങനെയുള്ള വീട് ആഗ്രഹിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലെ വയനാട്, കണ്ണൂർ, കാസർഗോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ, അതായത് മലബാർ ഇടുക്കി മേഖലയിൽ നിന്ന് വരുന്നവരാണ് കൂടുതലും ഞങ്ങളോട് ചോദിക്കുക, കൂടുതൽ സ്ഥലം ഞങ്ങൾക്ക് ഈ 5 സെൻറ്റിലൊക്കെ കിടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ സ്ഥലം എവിടെയാണ് കിട്ടാനുള്ള, ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, എന്നാലും അവർക്കായിരിക്കും ഇത് കൂടുതൽ ഈ വീഡിയോ ഉപകാരപ്പെടുക. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടം കണ്ടു. നമ്മളെ വാഹനങ്ങളൊക്കെ കയറ്റി തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇഷ്ടംപോലെ മുറ്റമുണ്ട്. നമ്മളിനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. സിറ്റ് ഔട്ട്, തേക്കുന്നടി കൊണ്ടുള്ള ജനൽപ്പാളി ഡോറൊക്കെ നമുക്കിവിടെ കാണാം. ഫ്രണ്ട് ഡോറ് കാണാം, ഡബിൾ പാളി. ഡബിൾ പാളി ഡോറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡ് വേണമെങ്കിൽ ലോക്ക് ചെയ്തിടാനൊക്കെ പറ്റുന്ന രീതിയിൽ ഡബിൾ പാളി ഡോറാണ്. നമ്മൾ നേരെ ഹോളിലേക്ക് കയറി, നല്ല വലിപ്പമുള്ളൊരു ഹോള്, കയറി വരുന്ന ഗസ്റ്റ് ലീവിങ്, അതുപോലെ തന്നെ ഡൈനിങ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഹോളാണ്. നമുക്ക് മേടിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പാർട്ടീഷൻ വർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സെൻറ്ററിലായിട്ട്, ഈ ഹോളിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് അതിനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ബെഡ്റൂമുള്ള വീടാണ്. നമുക്ക് ഓരോ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലൂടെ അതിവേഗം പോകാം. അയൽവാസികളൊക്കെ നല്ല അയൽവാസികളൊക്കെ ഉള്ള നല്ലൊരു മേഖലയാണ് ഇവിടെ. കാരണം നല്ല ഒരു എന്താ പറയുക, ശാന്തസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. ഞാൻ 1-2 വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ വാട്സപ്പിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തപ്പോൾ, ഫേസ്ബുക്കിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തപ്പോൾ ഒട്ടനവധി ആൾക്കാർ വിളിക്കുകയും വരികയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളിവിടെ കാണിക്കാനൊക്കെ ആയിട്ട് വന്നപ്പോഴൊക്കെ നല്ല ഒച്ചപ്പാടോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ഒരു ശാന്തസുന്ദരമായിട്ടുള്ളൊരു മേഖലയായിട്ട് തന്നെയാണ് എനിക്കിവിടെ തോന്നിയത്.
എന്നാൽ നല്ല അയൽവാസികളുണ്ട്. എല്ലാ സഹകരണങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള രീതിയിൽ നല്ല അയൽവാസികളുണ്ട്. കബോർഡ് വർക്കുകൾ കണ്ടു. നമ്മൾ ബെഡ്റൂമിലെ കബോർഡുകളാണ്. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെയും നല്ല ജനൽപ്പാളികളെ സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയുക, നല്ല ജനൽപ്പാളി സൗകര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടുള്ള നല്ല കബോർഡുകളൊക്കെ ചെയ്തുകൊണ്ടുള്ള നല്ലൊരു വീട് തന്നെയാണ്. അങ്ങനെ 2 ബെഡ്റൂമിന്റെ ദൃശ്യങ്ങൾ കണ്ടു. നമ്മൾ നേരെ ഡൈനിങ് ഹാൾ വഴി നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമുകളിലേക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു കോക്കറി ഷെൽഫ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ ഇടാവുന്ന രീതിയിലാണ് വന്നിരിക്കുക. ഇവിടെയാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. അതിനോട് സമീപത്തായിട്ട് ഇതിനൊരു കോമൺ ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് കാണാം എല്ലാം സെറായുടെ ക്ലോസറ്റ് അങ്ങനെയൊക്കെയുള്ള എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇത് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് വരേണ്ട ടോയ്ലറ്റിന് പകരമാണ് കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുക. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ വീടിന്റെ വില നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. 50 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്. കിച്ചണിലൊക്കെ നല്ല കബോർഡ് വർക്കുകളുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വർക്ക് ഏരിയ ആയിട്ട് നല്ല വലിപ്പത്തിലൊരു വർക്ക് ഏരിയ കൂടി ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയുടെ ഭാഗം മാത്രമാണ് ഷീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി മുഴുവൻ കംപ്ലീറ്റ് വാർക്ക വീടാണ്. അപ്പോൾ ഇവിടെ നല്ല സ്ലാബുകളൊക്കെ വാർത്ത് നമുക്ക് എന്തെല്ലാം പാത്രങ്ങളോ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ ആലുവടുപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്തെല്ലാം പാത്രങ്ങളോ സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കി വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് വീട്ടിൽ നല്ല സ്പേസുള്ള നല്ലൊരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ. അപ്പോൾ നല്ലൊരു വീട്, നല്ല ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നേരിൽ കാണണം എന്ന ആഗ്രഹം തോന്നുന്നവർ എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. ഏത് സമയത്തും ഞങ്ങളെ പ്രോപ്പർട്ടി കാണിക്കുവാൻ ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ ഏത് സമയത്ത് വരാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ റെഡിയായാൽ മതി. അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ.